ഓണത്തിന് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് നിർമ്മാണം തുടങ്ങിയ ഫോർട്ട് കൊച്ചിയിലെ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ. സംസ്ഥാന ജലഗതാഗത വകുപ്പിനായി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡാണ് നിർമ്മാണം ഏറ്റെടുത്തത്. ജെട്ടിയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായെങ്കിലും അനുബന്ധ സൗകര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട്. ബോട്ട് ജെട്ടിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനും ജലഗതാഗത വകുപ്പും തമ്മിലും തർക്കം ഉടലെടുത്തിട്ടുണ്ട്. കേരളത്തിലെ തന്നെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം എന്ന രീതിയിൽ അടയാളപ്പെടുത്താവുന്ന ഫോർട്ട് കൊച്ചിയിൽ അതിന്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ സംസ്ഥാന ജലഗതാഗത വകുപ്പും തമ്മിലൊരു തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നേരത്തെ അവരെ ബോട്ട് ജെട്ടിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇപ്പോഴത് ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി അവിടെ പണിതിട്ടുണ്ട്. അത് സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നത്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അത് പൂർത്തീകരിച്ചെങ്കിലും ഇതുവരെ ഒരു അനുമതിയിലേക്ക് പ്രവർത്തനാനുമതിയിലേക്ക് നീങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടേക്ക് വരുന്ന ഇടങ്ങൾ പോലും കൃത്യമായി വൃത്തിയാക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇവിടെ ഓണത്തിന് മുൻപായിട്ട് തന്നെ സർവീസ് തുടങ്ങുമെന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലേക്കുള്ള ഒരു സർവീസ് തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, കാര്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഒന്നും തന്നെ ഒരു സർവീസ് ആരംഭിക്കുന്നതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് വലിയ ആശയക്കുഴപ്പം ഇക്കാര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലഗതാഗത വകുപ്പും കൊച്ചി കോർപ്പറേഷനും തമ്മിലേക്ക് ഒരു തർക്കത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇത് ജലഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലമാണ് എന്നത് അവർ പറയുന്നു. ഇത് ആ ബോട്ട് ജെട്ടി പണിതിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷന്റെ സ്ഥലമാണ്. അത് CSML ആണ് അങ്ങനെ ഒരു ജെട്ടി അവിടെ പണിതിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇത് കോർപ്പറേഷനിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു അനുമതിയും ഈ SWTD കോർപ്പറേഷനോട് ചോദിക്കാതെയാണ് അങ്ങനെ ഒരു ജെട്ടി അവിടെ പണിതിരിക്കുന്നത്. അപ്പൊ അതിന് ആർക്കും അതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഇത് എങ്ങനെ ഇതിന് അനുമതി കൊടുത്തു എന്നുള്ളത് 2006-2007 കാലഘട്ടത്തിലാണ് ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസുകൾ നിർത്തിവെച്ച പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. അതുവരെയും തങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്നതായി ജലഗതാഗത വകുപ്പ് പറയുന്നു. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ അവകാശവാദം എന്ന് പറയുന്നത് ഈ സ്ഥലം കോർപ്പറേഷന്റേതാണ്. ഇതിൽ ചെറിയൊരു കാലത്തേക്ക് അവർക്ക് ഡീസൽ മറ്റിടത്ത് പോകുമ്പോൾ ഡീസൽ അടിക്കുന്നതിന് വേണ്ടി ബോട്ട് അടുപ്പിക്കുന്നുള്ള സൗകര്യം മാത്രമേ ചെയ്തു കൊടുത്തിരുന്നുള്ളൂ എന്നതാണ് ജലഗതാഗത വകുപ്പിനോട് കൊച്ചി കോർപ്പറേഷൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം തേടിയിട്ടുള്ളതും അതിൽ പറയുന്ന കാര്യം ഇവിടെ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തണമെങ്കിൽ അതിൽ കോർപ്പറേഷന് കയ്യിൽ നിന്ന് അനുമതി വാങ്ങണം എന്നത് പറയുന്നു. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് നീങ്ങുമ്പോൾ ജനങ്ങൾക്ക് ഇത് എത്ര കണ്ട് ഉപയോഗപ്പെടും, എത്ര കാലം കൂടി അവർ കാത്തിരിക്കണമെന്നതാണ് ഇനിയുള്ളത്. അതേസമയം ഇത് ഈ പ്രദേശത്തിന് അനുയോജ്യമല്ല എന്ന രീതിയിലുള്ള വാദവും ഒരു ഭാഗത്തെ നാട്ടുകാരെല്ലാം തന്നെ ഉയർത്തുന്നുണ്ട്. അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ പണിഞ്ഞിട്ടേ കുറെ നാളായി പണിഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ എന്തായാലും ഇപ്പൊ മെട്രോ പിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മെട്രോ അവരുദ്ദേശിക്കുന്നതാണല്ലോ. കൊല്ലോ കോട്ടയോ മെട്രോ വരുന്നതാണ് പറഞ്ഞത് ഇവിടുന്ന്. അപ്പൊ അതിനുവേണ്ടി ഇത് പണിഞ്ഞിട്ടിരിക്കണം. ഇത് പണിഞ്ഞിട്ടിട്ട് ഇതിപ്പോ ഇങ്ങനെ 6 ഇങ്ങനെ ഗസ്റ്റ് കയറും ടൂറിസ്റ്റുകള്. അല്ലെങ്കിൽ തന്നെ ടൂറിസ്റ്റുകൾ പൊതുവെ കുറവാണ്. ഇപ്പൊ ഇത് പണിഞ്ഞിട്ട് വല്ല ഡേഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാലോചനയില്ല. ജെട്ടി അവിടെ കിടക്കണേ വെറുതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ. ഇതേവരെ നന്നാക്കിയിട്ടില്ല. ഇതിന്റെ സപ്പോർട്ട് ജെട്ടി തന്നെയാണത്. ഇത് ഹോട്ടലിൽ ലാഭമെന്ന് പറഞ്ഞപ്പോ തുടങ്ങിയിരിക്കുന്നവര്. എന്തായാലും ഓണക്കാലത്തിന് ഈ ഓണത്തിന് സർവീസ് ആരംഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പൊതുവിൽ നിലനിന്നിരുന്നത്. അത് എത്രത്തോളം കണ്ട് ഫലപ്രാപ്തിയിലാകുമെന്നത് വളരെ സംശയകരമാണ്. ഇവിടേക്ക് വരുമ്പോൾ, ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, കൗണ്ടർ അടക്കം, ഈ വഴികളടക്കം ഇതെല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട്. പക്ഷെ ഒന്നും തന്നെ അതിനത്ര സജ്ജീകരണമായിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ്. കാരണം ഇതുപോലെ ഫോർട്ട് കൊച്ചി പോലെ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ എല്ലാം തന്നെ അറിയപ്പെടുന്ന ഒരിടം, വളരെ സുന്ദരമായി ഇവിടെ നിന്നുകൊണ്ട് കായൽ കാഴ്ചകളും എല്ലാം തന്നെ കാണാവുന്നൊരിടം, ഇവിടെ ജലഗതാഗതം വളരെ കൃത്യമായിട്ട് ടൂറിസം മേഖലയ്ക്ക് വികസനത്തിന് ആക്കം കൂട്ടുന്നൊരിടം തർക്കങ്ങളുടെ പേരിൽ ഉപയോഗപ്പെടാൻ കഴിയാതെ പോകുന്നതിലുള്ള വലിയ നിരാശയും പ്രതിഷേധവും എല്ലാം തന്നെ ഈ ഭാഗത്തുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.